രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്. പ്രധാനമായിട്ടും ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും തിടുക്കപ്പെട്ട് പോകുന്ന വഴിക്കാണ് എന്നും കാണുന്ന ആ കാഴ്ച നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ എസ് മാനുവലിന്റെ ബസ്സിന്റെ ഒരു ചാറ്റയും കൊടുത്തിട്ടാണ് നമ്മുടെ പോക്ക്. പോസ്റ്റ് ഓഫീസ് നമ്മൾ പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് പ്രൊമോഷന് വേണ്ടിയിട്ട് നമുക്ക് വന്ന പാർസലും കൂടെ മേടിച്ചിട്ട് പോവാന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ പാർസൽ ഒപ്പിട്ട് മേടിച്ച് വണ്ടിയുടെ ഫ്രണ്ടിൽ സാധനവും വെച്ച് നമ്മൾ നേരെ പോയത് തിയേറ്ററിലേക്ക്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള അനു സിനിമാസിലാണ് നമ്മൾ ആ ആളെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. ദിലീപേട്ടന്റെയും ലാലേട്ടന്റെയും അഴിഞ്ഞാട്ടം നമ്മൾ ബബ്ബയിൽ കണ്ടതിന് ശേഷം നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടമാണ് സർവമായ സിനിമയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തിയേറ്ററിൽ കയറിയപ്പോൾ തന്നെ ക്രിസ്മസ് ആശംസകൾ സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ആ കാര്യം ഓർമ്മ വന്നത്. നിവിൻ പോളിയുടെ എല്ലാ സിനിമകളും ഞാൻ ടിവിയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന നിവിൻ പോളിയുടെ ആദ്യത്തെ സിനിമയാണ് ഇത്. അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ കയറുന്നത് പോലെ തന്നെയാണ് നിവിൻ പോളിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പടത്തിന് വന്നത്. ചിരിച്ചും കൈയടിച്ചും ഇന്റർവെൽ ആയതുപോലും നമ്മൾ അറിഞ്ഞില്ല. ഇന്റർവെല്ലിന് സ്നാക്സ് വാങ്ങിക്കാൻ പുറത്തിറങ്ങിയപ്പോഴും മനസ്സിൽ അത്രയും നിവിൻ പോളിയുടെ ഓരോ എക്സ്പ്രഷൻസ് ആയിരുന്നു. സ്നാക്സ് വാങ്ങിക്കാനുള്ള കൗണ്ടറിൽ തിരക്ക് കണ്ടപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഇപ്പുറത്തെ വലത് സൈഡിൽ ശ്രദ്ധിച്ചത്. നമ്മുടെ ബസ്സിന്റെ ഡാഷ്ബോർഡിൽ ഒട്ടിച്ചിരുന്ന അതേ കപ്പപ്പഴത്തിന്റെ കളറിലുള്ള റെക്സിനാണ് ഇവിടെയും അവരൊട്ടിച്ചിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചെറുക്കൻ അങ്ങ് ഓർമ്മ. അങ്ങനെ സ്നാക്സും കുപ്പിവെള്ളവും വാങ്ങിച്ച് നമ്മൾ തിയേറ്ററിനകത്ത് കയറിയപ്പോൾ പടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓരോ സീനിലും തിയേറ്റർ മൊത്തം ചിരിച്ച് കുലുങ്ങുന്നുണ്ടായിരുന്നു. നിവിൻ പോളിയും മജു വർഗീസും ഒരുമിച്ച് വരുന്ന സീനിൽ മുഴുവൻ ചിരിയുടെ മാലപ്പടക്കമായിരുന്നു തിയേറ്ററിൽ. അവസാനം പടം കഴിഞ്ഞപ്പോൾ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്റെ മാത്രമല്ല, നമ്മുടെ കൂടെ ഇരുന്ന സിനിമ കണ്ട തിയേറ്ററിലെ മുഴുവൻ ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരിയോടെയാണ് ഈ സിനിമ കണ്ടിറങ്ങിയത്. ആരുടെയോ റിവ്യൂവിൽ ഞാൻ കണ്ടതുപോലെ ഒരു പൂക്കിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഫീൽ ഗുഡ് മൂവിയാണിത്. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ പടം കണ്ടിറങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചു. എന്റെ മുഖത്തൊരു പുഞ്ചിരി ബാക്കിയുണ്ട്. ഈ സിനിമയിൽ മുഴുവൻ ഉണ്ടായിരുന്ന കോമഡി രംഗങ്ങളാണ് ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത്. വണ്ടിയുടെ മിററിലൂടെ ചേട്ടനെ നോക്കിയപ്പോഴും ചേട്ടന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ബാക്കിയുണ്ട്. അപ്പോഴാണ് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞത്. എല്ലാ സിനിമാ പ്രേമികളും കാത്തിരുന്നത് നിവിൻ പോളിയുടെ ഇങ്ങനത്തെ പടത്തിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടതിന്റെ സന്തോഷത്തിൽ ഇനി വീട്ടിൽ പോയിട്ട് വയറ് നിറച്ച് ഊണ് കഴിക്കണം.